നമസ്കാരം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. മുന്നണികൾ അവസാനഘട്ട പ്രചരണത്തിൽ കൊണ്ടും കൊടുത്തും ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കലാശക്കൊട്ടിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. ആയിരക്കണക്കിന് നിക്ഷേപകർ അവരുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ LDF സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും കുന്നംകുളത്തെ പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി. ഒന്നേകാൽ കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം, ബ്ലാങ്ങാട്, ഒരുമനയൂർ, മുത്തമ്മാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ രഞ്ജിത്താണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. മുന്നണികൾ അവസാനഘട്ട പ്രചരണത്തിൽ. കൊണ്ടും കൊടുത്തും ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കലാശക്കൊട്ടിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസും സജീവമാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രമാണ് ബാക്കി. അവസാനവട്ട മണിക്കൂറുകളിലെ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. ഓരോ പാർട്ടിയിലെയും കേന്ദ്ര നേതാക്കളടക്കം കേരളത്തിലെത്തി പ്രചാരണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇന്ന് വടക്കൻ കേരളത്തിൽ പ്രചരണം നടത്തി. അതേസമയം കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിൽ തുടരുകയാണ്. ഇന്നലെ ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ പ്രചരണത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു. ഇടത് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് കന്നി വോട്ടർമാരുടെ സാന്നിധ്യമാണ്. സംസ്ഥാനത്താകെ 4,66,408 പേരാണ് ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഈ യുവ വോട്ടർമാരുടെ നിലപാടുകൾ വലിയ സ്വാധീനം ചെലുത്തും. ഭരണ തുടർച്ചയ്ക്ക് LDFും ഭരണമാറ്റത്തിന് UDFും കച്ചമുറുക്കുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് നിർണായക സ്വാധീനമാകാനുള്ള ഒരുക്കത്തിലാണ് NDA. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. കുന്നംകുളത്ത് UDF പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. പാവപ്പെട്ട ജനങ്ങളുടെ ചെറു സമ്പാദ്യങ്ങൾ കവരുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടിയോളം രൂപ തട്ടിയെടുക്കാൻ നേതൃത്വം കൊടുത്തതും പ്രതി ചേർക്കപ്പെട്ടതും കേരളത്തിലെ ഉന്നത CPM നേതാക്കളാണ്. എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെട്ടതിനാൽ മോദി എപ്രകാരമാണോ ട്രംപിന് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നത്, അതിന് സമാനമായാണ് അഴിമതികളിൽ ഉൾപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സംഘപരിവാർ നേതാവായ മോദിക്ക് മുന്നിൽ വിധേയനായി നിൽക്കുന്നതും. ബാങ്ക് തട്ടിപ്പുകളിൽപ്പെട്ടവരുടെ പണം തിരികെ ലഭിക്കാൻ ശക്തമായ നിയമ നടപടികൾ UDF അധികാരത്തിലെത്തിയാൽ സ്വീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് സ്കാം, കരുവന്നൂർ ബാങ്ക് അഴിമതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ED said that over 100 crore rupees was stolen by the CPM. ED പറഞ്ഞത് എന്താണ്? CPM ഏകദേശം 100 കോടി രൂപ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ED പറഞ്ഞത്. Top CPM leaders looted 300 crore from innocent people. നിഷ്കളങ്കരായ ആളുകളിൽ നിന്ന് CPMന്റെ വലിയ വലിയ നേതാക്കൾ 300 കോടിയാണ് അവരിൽ നിന്ന് കൈക്കലാക്കിയത്. Everybody knows that the chain of looting goes right up to the chief minister. ഈ കൊള്ളയുടെ അത് എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. And Modi uses this case as leverage to control your chief minister. ഈ കേസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. We will take strict action against these people and they will get the harshest punishment possible for this scam. ഇവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അവർക്ക് കൃത്യമായ ശക്തമായ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഴിമതികളിൽ മുങ്ങി മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നതിനാൽ കേരളത്തിൽ UDFനെ തോൽപ്പിക്കാൻ അവർ പരസ്പര ധാരണയിലാണ് മുന്നോട്ടു പോകുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഈ സർക്കാരിനെ താഴെയിറക്കി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ UDF സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി 5 കർമ്മ പദ്ധതി UDF പ്രഖ്യാപിച്ച കാര്യവും അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. There is a war in Ukraine, there is war in Iran. ഇവിടെ ഇറാനിൽ യുദ്ധമുണ്ട്, അതുപോലെ യുക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. Oil supply is going to be affected. അതുപോലെ ഇന്ധനവും എണ്ണ ലഭ്യത വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ പോവുകയാണ്. Prices are going to rise dramatically.
ഇതുപോലെ യുദ്ധം തുടരുകയാണെങ്കിൽ വലിയ വില വർധന നമ്മൾ നേരിടാൻ പോവുകയാണ്. We want to set up a shield that protects the people of Kerala from the difficult times that are coming. ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം ഞങ്ങൾ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. Now, what does the shield look like? The first part is to protect the women of Kerala. Every single woman in Kerala is going to travel free on Kerala's buses. And every single girl who is going to college is going to be given 1,000 rupees a month to support her and to help her. We are going to increase their pension to 3,000 rupees and have a dedicated ministry that looks after their issues. പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ വകുപ്പ് അവർക്ക് വേണ്ടി ആരംഭിക്കാനും ഞങ്ങൾ പോകുന്നത്. Who wants to become an entrepreneur, regardless of what the business is in, we are going to support him or her with 5 lakh rupees interest-free loans to begin with. We want to give you a government that is responsive, that is compassionate, that listens to the people of Kerala. കേരളത്തിലെ ജനങ്ങളെ കേൾക്കുന്ന, കേരളത്തിലെ ജനങ്ങളോട് സഹാനുഭൂതിയുള്ള, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യത്തോട് പ്രതികരിക്കുന്ന ഒരു ഗവൺമെന്റ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. കുന്നംകുളത്തിന്റെ അച്ചടി മേഖലയെക്കുറിച്ച് പരാമർശിച്ച രാഹുൽ ഗാന്ധി ഈ മേഖലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ തൊഴിൽ മേഖലകളിലും മുരടിപ്പിന്റെ അവസ്ഥയിലാണെന്നും ഇന്ധനവില വർധന, തൊഴിൽ ക്ഷാമം, ബാങ്കിംഗ് മേഖലയിലെ പ്രതിസന്ധി എന്നിവ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതായും കൂട്ടിച്ചേർത്തു. You used to have a famous printing and stationery industry. നിങ്ങൾക്ക് ഇവിടെ പ്രാദേശികമായി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വ്യവസായം നിങ്ങൾക്കുണ്ടായിരുന്നു. It supported generations of families. കുടുംബങ്ങളെ, തലമുറകളെ പിന്തുണച്ചിരുന്ന ഒരു And വ്യവസായമായിരുന്നു now അത്. it is struggling because of the neglect of the LDF. ഇത് ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് ആ വ്യവസായം. We are fully committed to once again helping restore this industry to its prior glory. LDFന്റെ അവഗണന മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഈ വ്യവസായത്തെ അതിന്റെ പണ്ടുണ്ടായിരുന്ന മഹത്വം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ പ്രതിബദ്ധതയുള്ളതാണെന്ന് ഉറപ്പു നൽകുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അശോക് തൻവർ, UDF സ്ഥാനാർത്ഥികളായ PT അജയ് മോഹൻ, CH റഷീദ്, രാജൻ ജെ പല്ലൻ, വൈശാഖ് PN, ശിവൻ വീട്ടിക്കുന്ന്, സുനിൽ ലാലൂർ, KPCC നേതാക്കളായ MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PM അമീർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ എന്നിവർ രാഹുൽ ഗാന്ധിക്ക് മൊമെന്റോ നൽകി. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CB രാജീവ് സ്വാഗതവും കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. DCC ഭാരവാഹികളായ ബിജോയ് ബാബു, PS സുനീഷ്, KC ബാബു, CI ഇട്ടി മാത്യു, VK രഘുസ്വാമി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 3 മണിയോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഗ്രൌണ്ടിലെ ഹെലിപാഡിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. UDF നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് റോഡ് മാർഗമാണ് സമ്മേളന നഗരിയിലെത്തിയത്. പ്രസംഗം പൂർത്തിയാക്കി 4 മണിയോടെ അദ്ദേഹം മടങ്ങി. കുന്നംകുളത്തെ ചെങ്കടലാക്കി LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടന്നു. LDF നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിച്ച് കുന്നംകുളം നഗരത്തെ ചെങ്കടലാക്കി LDF കുന്നംകുളം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നഗരസഭയിലെ 3 ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലുള്ള റാലികൾ നഗരത്തിൽ സംഗമിച്ച് ഭാവന റോഡിലൂടെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സമ്മേളന നഗരിയിലേക്ക് എത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഗ്യാരണ്ടികൾ എന്തു തന്നെ പ്രഖ്യാപിച്ചാലും ജനത്തിനറിയാം ആര് അധികാരത്തിലുള്ളപ്പോഴാണ് അതെല്ലാം ലഭ്യമാവുകയെന്നും പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് ഇടതുപക്ഷമെന്നും PK ബിജു പറഞ്ഞു. കേരളമെങ്ങും ഇന്ന് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ്. എനിക്കൊരു സംശയവുമില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിന്ന കുന്നംകുളം ഈ 2026 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സഖാബ് AC മൊയ്തീനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കുന്നംകുളത്തിൻ്റെ പ്രതിനിധിയായി കേരള നിയമസഭയിൽ അയക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്.
കുന്നംകുളത്ത് ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനത്തിനു മുന്നിൽ നെഞ്ചുറപ്പോടെ സാക്ഷ്യപ്പെടുത്തിയാണ് LDF വോട്ട് തേടുന്നത്. മറിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനില്ലാത്തതിനാൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് UDFന്റെയും BJPയുടെയും ദുർബല ശ്രമമെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനപക്ഷത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷം ഭരണത്തുടർച്ച യാഥാർത്ഥ്യമാക്കുമെന്നും PK ബിജു കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, LDF നേതാക്കളായ EA ദിനമണി, നാസർ ഹമീദ്, KK സുബ്രഹ്മണ്യൻ, സൗമ്യ അനിലൻ, സീതാ രവീന്ദ്രൻ, PM സുരേഷ്, PG ജയപ്രകാശ്, KB ഷിബു, CK ലിജീഷ്, GK ജിന്നി, PB ഭവീഷ് എന്നിവർ സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പെന്നും ജനം അത് തീരുമാനിച്ചതിന്റെ ആദ്യ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുഭരണത്തിൽ ആ വിഭാഗത്തിലെ നേതാക്കൾ വരെ അസ്വസ്ഥരാണെന്നും അതിന്റെ ഉദാഹരണങ്ങളാണ് G സുധാകരൻ, TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാജേന്ദ്രൻ, മുകുന്ദൻ തുടങ്ങിയ MLA-മാർ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് ഈ മാസം 9-ന് വോട്ടിംഗ് മെഷീനിലൂടെ മറുപടി നൽകുമെന്നും നല്ല ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഖലീലുർ റഹ്മാൻ അധ്യക്ഷനായി. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദ്, UDF നേതാക്കളായ C ഗോപപ്രതാപൻ, ഹാറൂൺ റഷീദ്, C മുസ്താഖ് അലി, RP ബഷീർ, ജലീൽ വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ അവരെങ്ങനെയെല്ലാം നടപ്പാക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് ഗുരുവായൂരിലെ ഈ അനുഭവത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർ ഇത് തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. ജനങ്ങൾ അതിനൊക്കെ ഒരു മറുമരുന്ന് കണ്ടുപിടിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഗുരുവായൂരിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ടേമുകളായി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അവരാണ് ജയിച്ചു വരുന്നത്. പക്ഷെ ഇത്തവണ അവർ തോൽക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഗുരുവായൂരിൻ്റെ മൊത്തത്തിലുള്ള വിചാരം. മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VA ഫിറോസ്. TN പ്രതാപൻ പകൽ കോൺഗ്രസും രാത്രി BJPയുമാണെന്ന് ഫിറോസ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് പ്രതാപൻ. പ്രതാപന്റെ മകന്റെ കാറിൽ കൊണ്ടുവന്ന 8 കോടി രൂപ മണലൂർ നാട്ടിക മണ്ഡലങ്ങളിൽ വിതരണം ചെയ്തു. കയ്പമംഗലം, നാട്ടിക എന്നിവിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കളാണ് പണം വിതരണം ചെയ്തത്. പ്രതാപനെ മന്ത്രിയാക്കാം എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് പ്രതാപന്റെ ഭീഷണിയെ തുടർന്നാണ്. KC വേണുഗോപാലിന്റെ കുൽസിത വീഡിയോ വെച്ച് പ്രതാപൻ വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. KC വേണുഗോപാൽ ചില കാര്യങ്ങളിൽ മോശമാണ്. വീഡിയോ പുറത്തുവന്നാൽ വേണുഗോപാലിന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രതാപന്റെ ബ്ലാക്ക്മെയിലിനെ തുടർന്നാണ് മണലൂരിൽ സീറ്റ് ലഭിച്ചത്. നാട്ടികയിലെ കോൺഗ്രസ് നേതാവ് CM നൌഷാദ് പ്രതാപന്റെ ബിനാമിയാണ്. തൃപ്രയാറിൽ പ്രതാപന് ഹോട്ടലും വയനാട് റിസോർട്ടുകളുമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിനാമി സ്വത്ത് പ്രതാപനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ്സുകളുണ്ട്. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദിനെ തോൽപ്പിക്കാനും BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കാനും പ്രതാപൻ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പകരം മണലൂരിൽ തന്നെ ജയിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയാണുണ്ടായത്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഗോപാലകൃഷ്ണനായിട്ട് TM പ്രതാപൻ അനിയമ്പാവ് ചേട്ടമ്പാവേ മനസ്സിലായ അനീഷിനത്തിൽ പങ്കില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, അനീഷിനത്തിൽ പങ്കില്ല. പക്ഷേ TM പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപാലകൃഷ്ണൻ. അതിന് ഗുരുവായൂരില് തിരിച്ച് സഹായം ചെയ്യാതെ പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഡീൽ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരില് റഷീദിനെ തോൽപ്പിച്ച് അവിടെ ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് TM പ്രതാപൻ ഉറപ്പുണ്ടായിട്ട് ഗോപാലകൃഷ്ണൻ പകരമായിട്ട് എന്താണെന്നറിയാം, മണലൂര് TM പ്രതാപനെ ഗോപാലകൃഷ്ണൻ. ഈ സാധനം ഗോപാലകൃഷ്ണനാണ് വെറ്റി കൊടുത്തുള്ളത്. ആർക്ക്? TM പ്രതാപൻ. അതിലേക്ക് പ്രതാപൻ ഇടിച്ചു കയറുന്നു, പോലീസിനെ കേസെടുക്കാൻ പറയുന്നു, ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. മുൻകൂട്ടി പ്രതാപൻ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രതാപൻ കൃത്യമായിട്ട് അറിയേണ്ട. അദ്ദേഹത്തെ പോലെ ഇത്ര വലിയ ഫ്രോഡ് ജീവിതത്തില് സത്യം, നീതി, ധർമ്മം എന്ന് പറയുന്നത് ആളെ മനസ്സിന് ശരീരത്തിന് ഒരു ഇഞ്ചിന്റെ മാത്രം കൊണ്ട് കേൾക്കില്ല. അത്ര മഹാമോശനായിരുന്നു. അയാൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കള്, എനിക്ക് കാശുണ്ടാക്കണം, അതിനായ എവിടം വരെ മതി ഇറങ്ങട്ടെ അവിടെ പോലും. കേസിനെ പോലും പേടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ TM പ്രധാൻ ഇത്രയ്ക്കുള്ളൂ. ആരാണ് നിങ്ങളൊക്കെ അറിയാം? ഇയാളെ ഭയപ്പെടണം. ഇയാളുടെ കയ്യിൽ കേസിക്കെതിരെ മാത്രമാണ് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പല സാധനങ്ങളും ഇയാളുടെ കയ്യിലുണ്ട്.
തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ് പ്രതാപന്റെ തോൽവി. കെ മുരളീധരനെ തൃശൂരിൽ പ്രതാപൻ തോൽപ്പിക്കാൻ കാരണം തൃശൂർ കോൺഗ്രസിന്റെ നിയന്ത്രണം മുരളീധരനിൽ വരും എന്ന കാരണത്താലാണ്. കെ മുരളീധരൻ തോറ്റപ്പോൾ KPCC നടത്തിയ അന്വേഷണത്തിൽ പ്രതാപൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കോടികൾ വിതരണം ചെയ്തതിന്റെ തെളിവ് സഹിതം ഉണ്ടായിരുന്നു. എന്നാൽ നടപടിയെടുക്കേണ്ട AICC സെക്രട്ടറി KC വേണുഗോപാലിനെ പ്രതാപൻ ഭീഷണിപ്പെടുത്തി നടപടി വേണ്ടെന്ന് വെപ്പിക്കുകയായിരുന്നുവെന്നും VA ഫിറോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രൊഫസർ രവീന്ദ്രൻ മാഷും TM പ്രതാപനും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് നിയോജകത്തിൽ മാത്രം 8 കോടി രൂപ TM പ്രതാപന്റെ കൈകളിലൂടെ വന്ന് അത് വിതരണം ചെയ്തവനാണ് TM പ്രതാപൻ. കോൺഗ്രസിനെ കെ മുരളീധരൻ തോൽപ്പിച്ച് മൂന്നേരിലാണ്. ഈ കെ മുരളീധരൻ തോൽപ്പിക്കുന്ന പ്രതാപന്റെ താല്പര്യം എന്തായിരുന്നു എനിക്കറിയാം. സുരേഷ് ഗോപിയുടെ താല്പര്യം കെ മുരളീധരൻ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MP ആയി കഴിഞ്ഞാൽ തൃശൂരിലെ കോൺഗ്രസ് കെ മുരളീധരൻ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ TM പ്രതാപന്റെ കാര്യം അവതാളത്തിലാവും. പാർട്ടിയുടെ ബ്ലോക്ക് പാടുകളിൽ കൂടെ സ്റ്റേറ്റ് കമ്മിറ്റി പാടുകളും പല ആളുകളെതിരാണ് TM പ്രതാപൻ ജയിക്കാൻ പാടില്ല. TM പ്രതാപൻ ജയിച്ചാൽ സത്യം തോൽക്കുകയും തിന്മ ജയിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കാര്യം ചോദിക്കാം, ഞാൻ പറയാം. ഐക്യജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ കടവല്ലൂർ പഞ്ചായത്തിലെ 2ാം ഘട്ട വാഹന പ്രചരണ പര്യടനം പെരുമ്പിലാവിൽ സമാപിച്ചു. ഞായറാഴ്ച രാവിലെ തിപ്പിലശ്ശേരി പൊന്നാംകുന്ന് ഉന്നതിയിൽ നിന്നും KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്ത പര്യടനം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പഞ്ചായത്തിലെ 30-ലധികം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണത്തിന് UDF നേതാക്കളായ PK ദേവദാസ്, K ജയശങ്കർ, K വിശ്വംഭരൻ, നാസർ കടവല്ലൂർ, ജമാൽ കോട്ടോൽ, അബു പുത്തംകുളം എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അജയ് മോഹൻ നന്ദിയും പറഞ്ഞു. TN പ്രതാപൻ മണലൂരിൽ മികച്ച വിജയം നേടുമെന്നുറപ്പായപ്പോൾ പരാജയം മുന്നിൽ കണ്ട BJPയും CPMഉം വ്യാജ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ പ്രസിഡന്റുമായ VM സുധീരൻ. വാടാനപ്പള്ളിയിൽ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ TN പ്രതാപനെ അനുമോദിക്കാൻ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുക എന്നത് പ്രതാപന്റെ ശൈലിയാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴും ജനഹിതമനുസരിച്ച് ജനാധിപത്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പൊതുപ്രവർത്തകനാണ് പ്രതാപൻ. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പണവും പാരിതോഷികങ്ങളും നൽകി BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ കരുതിയിരിക്കണം. BJPക്കും ഇടതുപക്ഷത്തിനും വേണ്ടി വിടുവേല ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കിറ്റ് വിവാദത്തിനും അതുപോലെ വോട്ടർ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച BJP പ്രവർത്തിക്കുന്നു. ആരോപണം മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും പ്രാധാന്യത്തിൽ വന്നിരിക്കുകയാണ്. ജനങ്ങളെ ശക്തമായി പരാതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം നീതിബോധത്തോടുകൂടി നിഷ്പക്ഷമായി നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ മുന്നോട്ട് വരണം. മണലൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച ഭൂരിപക്ഷത്തിൽ TN പ്രതാപൻ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF പ്രതാപൻ മണലൂരിൽ, ഞാൻ കണക്കൊന്നും പറയുന്നില്ല, പക്ഷെ മണലൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല റെക്കോർഡ് രൂപത്തോടുകൂടി പ്രതാപൻ ജയിച്ചു. അത് നമുക്കറിയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല CPIക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്, BJPക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് തൻവർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ASM അസ്ഗർ അലി തങ്ങൾ, കൺവീനർ KK ബാബു, KP ശശികുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, CJ സ്റ്റാൻലി, സുബൈദ മുഹമ്മദ്, ക്ലമൻ ഫ്രാൻസിസ്, PK രാജൻ, ഗ്രേസി ജേക്കബ്, ജിയോ ഫോക്സ് എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വടക്കേക്കാട് മേഖലകളിലെ വിവിധ ആരാധനാലയങ്ങളിലും ലേബർ ക്യാമ്പുകളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ കപ്പളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കൌക്കാനപ്പെട്ടി, തെക്കേക്കാട്, വട്ടംപാടം, കരുവമ്പായി, അഞ്ഞൂർ ആൽ, കച്ചേരിപ്പടി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി. തുടർന്ന് KP നമ്പൂതിരീസ് ഫാക്ടറിയിലും മിഖായിൽ ഓയിൽ കമ്പനിയിലും എത്തി ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിയോടൊപ്പം BJP നോർത്ത് ജില്ലാ സെക്രട്ടറി KR ബൈജു, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയാംപറമ്പിൽ,
സെക്രട്ടറി സുഭാഷ് വെങ്കളത്ത്, ബാബു വടക്കേക്കാട്, സുരേഷ് കൌക്കാനപ്പെട്ടി, ജ്യോതി തിരുവളയന്നൂർ, സതീഷ് പൂത്തോട്ടിൽ, നിഷാദ്, മണികണ്ഠൻ വയലത്തൂർ, ധനീഷ് താമരശ്ശേരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മണലൂർ നിയോജക മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിന്റെ വാഹന പ്രചരണ യാത്ര ചൂണ്ടൽ പഞ്ചായത്തിലും മുല്ലശ്ശേരി പഞ്ചായത്തിലുമായി നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന റാലിയിൽ രാജ്യസഭാ MP PT ഉഷ പങ്കെടുത്തു. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. വിവിധ കലാരൂപങ്ങൾ, വാദ്യാഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച വാഹനജാഥ കേച്ചേരി സെന്ററിൽ സമാപിച്ചു. BJP പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി PG ഗിനീഷ്, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സരിത ജയേഷ്, മുരളീദാസ് എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടന്നത്. പര്യടനത്തിനിടെ തായ്ലൻഡിൽ നടന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സംഗീത് A അജിത്തിനെ കെ അനീഷ് കുമാർ ആദരിച്ചു. തൊഴിലാളികളെയും പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ച വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം മധുക്കര 4 സെന്റ് സാകേതത്തിലും സ്ഥാനാർത്ഥി പര്യടനം നടന്നു. പരപ്പുഴ കാളിക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ, BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TG പ്രവീൺ, മണ്ഡലം സെക്രട്ടറി S ശ്രീജ എന്നിവർ അനീഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. വെള്ളാറ്റഞ്ഞൂർ പള്ളിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി പുലിയന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം LDF കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, പ്രേമരാജ് ചുണ്ടലാത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ KV അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, ബിന്ദു നന്ദൻ, വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സെക്രട്ടറി KV ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് EF യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കടവല്ലൂരിൽ വെൽഫെയർ പാർട്ടി കുടുംബസംഗമം നടത്തി. പൊറവൂർ, പാതാക്കര തുടങ്ങിയ വിവിധ യൂണിറ്റുകളിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുത്തംകുളം ടീച്ചർ നഗറിൽ നടന്ന കുടുംബസംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ സ്വാഗതവും യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കൺവീനർ നിഷാദ് ആൽത്തറ നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിന് ഹസീന സലീം, മൊയ്തീൻ ബാവ, MH ജാസ്മിൻ, സുമയ്യ മൻസൂർ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. 1.25 കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ പിടിയിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം, ബ്ലാങ്ങാട്, ഒരുമനയൂർ, മുത്തമാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ രഞ്ജിത്താണ് അറസ്റ്റിലായത്. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിൽ SI മനോജ്, ASI വിമൽലാൽ, SCPO അജിത് ലാൽ, CPO പ്രശാന്ത്, CPO അരുൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളി കൊണ്ടുള്ള കൃഷ്ണമുടി വഴിപാടായി ലഭിച്ചു. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് വിരമിച്ച സംസ്കൃതം അധ്യാപിക K ദേവയാനിയാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് ഏറ്റുവാങ്ങി. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന നേരത്തായിരുന്നു സമർപ്പണ ചടങ്ങ്. കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര, കൃഷ്ണനാട്ടം കളിയോഗം ആശാൻ രമേശൻ കരുമത്തിൽ, വേഷം ആശാൻ MV ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ E സുന്ദരരാജ്, കൃഷ്ണനാട്ടം കോപ്പുകളുടെ ചുമതലയുള്ള P മുരളീകൃഷ്ണൻ, കോസ്റ്റ്യൂം മേക്കർ K ശങ്കരനാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ ഗോളക സമർപ്പണത്തിന്റെ ഭാഗമായി ഗ്രാമപ്രദക്ഷിണം നടത്തി. മണിമലർക്കാവ് ദേവീക്ഷേത്ര തട്ടക പ്രദേശങ്ങളിലേക്കാണ് ഗോളക ഗ്രാമപ്രദക്ഷിണം നടന്നത്. തട്ടകത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ദേശകുതിരപുരകളിലും കുതിര സമുദായത്തിലുമായി 40ഓളം സ്ഥലത്താണ് ഗോളകയ്ക്ക് സ്വീകരണം നൽകിയത്. സന്ധ്യയ്ക്ക് വേലൂർ കാർത്തേനി ദേവി ക്ഷേത്രത്തിൽ നിന്നും 1000-ലധികം താലത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഗോളക എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ഗ്രാമപ്രദക്ഷിണത്തിന് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട്, മാതൃസമിതി ഭാരവാഹികളായ ഇന്ദിര ബാലകൃഷ്ണൻ, ശൈലജ സതീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വേലൂർ വെങ്ങിലിശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയുടെയും തിടമ്പിന്റെയും ഗ്രാമപ്രദക്ഷിണ ജാഥയ്ക്ക് കരയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഗോപിനാഥ്, കുതിരവേല കമ്മിറ്റി ഭാരവാഹികളായ ടി.ആർ. ചന്ദ്രൻ, കെ.എസ്. വേലായുധൻ, ചന്ദ്രൻ തേറുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 12-ാം തീയതി രാവിലെ ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗോളക സമർപ്പണം നടത്തും. എ.എൽ. സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇടവകയുടെ 50-ാം വാർഷിക പെരുന്നാളിന് കൊടിയേറി. ഉയിർപ്പ് പെരുന്നാളിന്റെ ആരാധനയ്ക്ക് ശേഷം ഫാദർ ഗീവർഗീസ് പുതുപ്പാടി പെരുന്നാൾ പതാക ഉയർത്തി. ഏപ്രിൽ 11, 12 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് 7-ന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും പ്രദക്ഷിണവും, ഞായറാഴ്ച രാവിലെ 8:30-ന് വിശുദ്ധ കുർബാനയും വൈകിട്ട് 5:30-ന് സമാപന പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടാകും. എയ്യാൽ ദേശക്കാരുടെ വാദ്യമേളങ്ങളും നടക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ, കൈസ്ഥാനി മനോമോഹൻ, സെക്രട്ടറി എ.കെ. പോൾസൺ, കൺവീനർ ജേക്കബ് മാത്യു എന്നിവർ നേതൃത്വം നൽകും. പുന്നേർകുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശപൂരം ആഘോഷിച്ചു. വൈകിട്ട് 3-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. നാട്ടുപ്രദക്ഷിണം നടത്തിയ ശേഷം വൈകിട്ട് 5 മണിക്ക് ആൽത്തറയിൽ കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് ആൽത്തറ മേളം അരങ്ങേറി. ഗജവീരന്മാരായ ചിറക്കൽ കാളിദാസൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ഊട്ടോളി രാമൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്നിവർ തിടമ്പേറ്റി. ആൽത്തറ മേളത്തിൽ 200-ൽ പരം കലാകാരന്മാർ അണിനിരന്നു. വിവിധ ആഘോഷ സമിതികളുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത്, നിഖിൽ പാവർട്ടി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 18 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന വൈശാഖ ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 23-ന് ധ്വജപ്രതിഷ്ഠയിൽ കൊടിയേറ്റവും നടത്തും. ഗുരുവായൂർ ചാമുണ്ടേശ്വരി, നളന്ദ കാളിയൻസും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രദേശവാസികൾക്കായി മികച്ച നേത്രചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഴ്ചവൈകല്യങ്ങൾ, തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയവ കണ്ടെത്തുന്നതിനായുള്ള അത്യാധുനിക പരിശോധനകൾ ക്യാമ്പിൽ സൗജന്യമായി നടത്തി. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്തരായ ഒപ്റ്റോമെട്രിസ്റ്റുകളും മെഡിക്കൽ സംഘവുമാണ് രോഗികളെ പരിശോധിച്ചത്. ശസ്ത്രക്രിയയോ കൂടുതൽ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ഇളവുകളോടെയുള്ള നിർദ്ദേശങ്ങളും ക്യാമ്പിൽ നൽകി. നളന്ദ കാളിയൻസ് ഭാരവാഹികളായ കെ.എ. മോഹൻ, എ.കെ. ബാബു, രാജീവ് ചീരോത്ത്, കെ.കെ. അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും സെബസ്തിനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. പുലർച്ചെ നടന്ന ഈസ്റ്റർ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 7, 8, 9 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഏപ്രിൽ 7-ന് രാവിലെ വിശുദ്ധ കുർബാനയും കൂടുതുറക്കൽ ശുശ്രൂഷയും നടത്തും. രാത്രി 10:30 മുതൽ യൂണിറ്റിൽ നിന്നുള്ള അമ്പ് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് 300-ൽ പരം ബാൻഡ് കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളവും ഉണ്ടാകും. തിരുനാൾ ദിനമായ ഏപ്രിൽ 8-ന് നടക്കുന്ന തിരുനാളൂട്ടിൽ 10,000-ലധികം ഭക്തർ പങ്കെടുക്കും. ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. ബ്രദർ അനിൽ ചാലക്കൽ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് വാലയൂർ, CA മാഗി എന്നിവർ നേതൃത്വം നൽകി. യേശുനാഥന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. സഭാ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക പള്ളിയിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ ആരംഭിച്ച ശുശ്രൂഷകൾ പ്രദക്ഷിണത്തോടെ സമാപിച്ചു. ഡീക്കൻ ഔഗേൻ മാങ്ങൻ, ഡീക്കൻ ജോഹാൻ പനക്കൽ, ഡീക്കൻ എൽദോ പനക്കൽ എന്നിവർ സംബന്ധിച്ചു. ഭദ്രാസന പള്ളി വികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പിള്ളി, സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റെയ്സൻ ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ 16-ാം വാർഷിക പൊതുയോഗം നടന്നു. ചുണ്ടൽ ഗ്രാമീണ വായനശാലയിൽ നടന്ന കൺവെൻഷനിൽ പ്രസിഡന്റ് PC ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PA ഭാസ്കരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ OI വിൻസെന്റ് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. CGPA ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PR ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. രൂക്ഷമായ പാചകവാതക്ഷാമം പരിഹരിക്കുക, കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഗുണകരമാകും വിധം 8ാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പിലാക്കുക, കേന്ദ്ര പെൻഷൻകാർക്കുള്ള ചികിത്സാ സുരക്ഷാ പദ്ധതി കാര്യക്ഷമമാക്കുക, 2026 ജനുവരി മുതൽ അർഹമായ DA കുടിശ്ശിക ഉടൻ നൽകാനായി നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു.
പാതാക്കര കാരുണ്യ സഹായ സമിതിയുടെ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. പ്രസിഡന്റ് ജയൻ പാതാക്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ കിഴക്കൂട്ട്, ജോയിന്റ് സെക്രട്ടറി MD രതീഷ് എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമം റഫീഖ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രവി കാവേരി അധ്യക്ഷനായി. രാധാകൃഷ്ണൻ, MD ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമിതിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രവി കാവേരി, സെക്രട്ടറി രാധാകൃഷ്ണൻ കിഴക്കൂട്ട്, ട്രഷറർ മുഹമ്മദുട്ടി മുടങ്ങിയെടുത്ത് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. വികാരി ഫാദർ സജയ് ജോസ് പതാക ഉയർത്തി പ്രാർത്ഥന നടത്തിയതോടെയാണ് OVBS ആരംഭിച്ചത്. ഏപ്രിൽ 12-നാണ് സമാപനം. ദിവസവും രാവിലെ 8:30 ആരംഭിച്ച് ഉച്ചയ്ക്ക് 12-ന് ക്ലാസുകൾ സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,670 രൂപ, പവന് 1,09,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം. കുന്നംകുളം മെയിൻ റോഡിൽ പരേതനായ പുനരഞ്ചേരി ജെയിംസ് ഭാര്യ മേരിക്കുട്ടി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം CSI സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതനായ ജൂബി, ജൂലി എന്നിവർ മക്കളാണ്. വെള്ളറക്കാട് പുത്തൂർ പരേതനായ ജോസ് ഭാര്യ ലിസി നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ലിജോ, ലിജി ഫ്രാൻസിസ്, ലിറ്റി റോബിൻ എന്നിവർ മക്കളാണ്. എയ്യാൽ പന്തായിൽ പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ വിജയലക്ഷ്മി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30-ന് വീട്ടുവളപ്പിൽ നടത്തും. മഞ്ജു സുരേഷ്, സുരഭി, ഡോക്ടർ ഹരി, ജീവൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 16-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. മുന്നണികൾ അവസാനഘട്ട പ്രചരണത്തിൽ. കൊണ്ടും കൊടുത്തും ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കലാശക്കൊട്ടിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. ആയിരക്കണക്കിന് നിക്ഷേപകർ അവരുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ LDF സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും കുന്നംകുളത്തെ പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി. ഒന്നേകാൽ കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം, ബ്ലാങ്ങാട്, ഒരുമനയൂർ, മുത്തമ്മാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ രഞ്ജിത്താണ് പിടിയിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.